സിവിൽ സർവീസ് പഠിച്ചു തീർക്കാൻ ഒരു മിനിമം ടൈം ഉണ്ടോ, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം എടുക്കും എന്ന് പറയുന്നൊരു ക്വസ്റ്റൻ ഒരുപാട് കേൾക്കാറുണ്ട്. ഹായ്, വെൽക്കം ടു IAS ബേസിക്സ് ആൻഡ് ഐ എം അർജുൻ ആർ ശങ്കർ. ഈ ചോദ്യം പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഈവൻ പറയുന്നുണ്ട് നമ്മൾ ബുക്സൊക്കെ എന്തായാലും പഠിച്ചു തീർക്കാൻ ഒരു 1-2 വർഷം എന്തായാലും എടുക്കും. ചില ആൾക്കാർ പറയും 3-4 അറ്റംപ്റ്റ് ഒക്കെ എടുത്താലേ കിട്ടുള്ളൂ. ആൻഡ് വേറെയും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒരൊറ്റ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും, ഹൗ കം ദിസ് ഇസ് പോസിബിൾ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു അവരത് പെട്ടെന്ന് ക്ലിയർ ചെയ്തല്ലോ എന്നില്ലേ. ശരിക്കും വർഷങ്ങളുടെ മിനിമം ടൈമിനെക്കാട്ടും കൂടുതൽ 2-3 കാര്യങ്ങൾ പറയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് യുവർ റിസർച്ച് മോഡ്. നമ്മളൊരു റിസർച്ച് മോഡിലാണ് കാര്യങ്ങൾ UPSC കാണുന്നതെങ്കിൽ എല്ലാം പഠിച്ചു തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അത്രയും കൂടുതൽ പഠിക്കാനുണ്ട്. സോ ദാറ്റ് മിനിമം കോണ്ടന്റ്, അതായത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി സിലബസിൻ്റെ മേജറായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു അത്രയും അറ്റംപ്റ്റുകൾ കുറയും. അത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് സൊല്യൂഷൻ. അല്ലാതെ അങ്ങനെ കൃത്യമായ വർഷം ഒന്നൊന്നുമില്ല. സിലബസിൽ കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. യു ഹാവ് ടു ഹാവ് ആബ്സല്യൂട്ട് ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഈ ക്ലാരിറ്റി ചിലപ്പോൾ 1 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നന്നായി ചെയ്താൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഈ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ രീതി കൊണ്ടായിരിക്കാം ആ ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈം എടുക്കുന്നത്. സോ ടൈം ആൻഡ് ക്ലാരിറ്റി ബിൽഡിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.